friends, welcome to the channel Tales of Two States. ഒരു സൂപ്പർ ടേസ്റ്റിലും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മട്ടൻ വിന്താലു റെസിപ്പി നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഡാഡിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് ക്ലോസ് ടു ഹാർട്ട് റെസിപ്പി. ഇത് ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങളുടെയും ഫേവറേറ്റ് കറിയാകും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇതിനായി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സവാള, വിനാഗിരി, എണ്ണ, പിന്നെ പച്ചമുളകും വേപ്പിലയും ഈ കാണുന്ന മസാലകളും, ഒരു 500 ഗ്രാം മട്ടനും എടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ 3 സവാള ഒരു മീഡിയം സൈസ് അരിഞ്ഞിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ഗ്രീൻ ചില്ലീസ് പച്ചമുളകും നടുവേ കീറി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഒരു 12 അല്ലിയോളം, ഇഞ്ചി വളരെ നേരിതായിട്ട് അരിഞ്ഞതും, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രുചിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിതൊന്നും സ്റ്റൗവിൽ വെച്ച് വാട്ടുന്നില്ല കേട്ടോ, പകരം കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ച് അതിൻ്റെ ജ്യൂസും ഫ്ലേവേഴ്സൊക്കെ മിക്സപ്പായി സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുഴയ്ക്കുക. ഇനി നമുക്ക് മെയിനായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായി ഒരു വലിയ പട്ട എടുത്തിട്ടുണ്ട്, 6 ഗ്രാമ്പു, 7 ഏലക്ക, 3/4 ടീസ്പൂണോളം വരുന്ന കുരുമുളക്, 2 ടീസ്പൂണോളം വലിയ ജീരകം, 1.5 ടീസ്പൂൺ കടുക്, 1/2 കപ്പ് വിനീഗറിലാണ് ഇതും നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും തന്നെ ഈ കറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് വിനാഗിരി ചേർത്തരച്ചെടുത്ത ഈ മസാല നേരത്തെ തിരുമ്മി വെച്ച് സവാള കൂട്ടിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി കഴുകി വെച്ച മട്ടൺ കൂടെ ഇതിലേക്കിടാം. ഇനി ഇതിലേക്ക് കുക്കിങ്ങിന് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ 2 തണ്ട് വേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. മെയിനായിട്ട് ഇത്രയും ഉള്ളൂ. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. തിളച്ച് വരുമ്പോൾ ഇടയിൽ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കാര്യം പിന്നെയും ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അവസാനം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടൻ വിന്താലു റെഡി. നല്ല ചൂട് ചോറിനൊപ്പം, ഇല്ലേൽ അപ്പം, പുട്ട്, ഇടിയപ്പം പോലുള്ള പലഹാരത്തിനൊപ്പമാണെങ്കിൽ പോലും സൂപ്പർ കോമ്പിനേഷനാണിത്. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തിൻ്റെ ഒപ്പവും മാച്ചായി പോകും. ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ അറിയിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ദി റെസിപ്പീസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. ഓൾസോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.